പത്തനംതിട്ട പഴവങ്ങാടി ചേത്തോംകര സിനി റേച്ചൽ മാത്യുവിൻ്റെ സ്വപ്നം ഒരു നഴ്സാവണം എന്നായിരുന്നു. എന്നാൽ സിനി ചെന്നെത്തിയതോ നിത്യഹരിതമായ ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വിശാല ലോകത്തേക്ക്. ഗൾഫിൽ ജോലിയും ഉയർന്ന ശമ്പളവും ലഭിക്കാമായിരുന്ന സിനിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തോന്നിയ ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ സംരംഭം ഇന്ന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള അറിയപ്പെടുന്ന ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. 3 വർഷമായിട്ട് ഞങ്ങൾ റേച്ചൽസ് കിച്ചൺ എന്ന സംരംഭം നടത്തിക്കൊണ്ടുവരുന്നു. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. എന്നാൽ ഒരു 4 വർഷമാണ് നഴ്സിംഗ് ജോലി ചെയ്തത്. വിദേശത്തും ബാംഗ്ലൂരിലും ഒക്കെയായി. ചക്കയലുവ എന്നൊരു പ്രോഡക്റ്റ് സാധാരണയായി എല്ലാ ചക്കക്കാലത്തും നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു വിഭവമാണ്. അത് വരുന്ന ബന്ധുക്കൾക്കും നാട്ടിൽ ആ സമയത്ത് ചക്കയുടെ സമയത്ത് ഇല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വളരെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ് ചക്കയലുവ എന്നത്. സാധാരണ നമ്മൾ ചക്കയലുവ എന്ന് പറയുമ്പോൾ മൈദ ചേർത്ത ഒരു പ്രിപ്പറേഷനാണ് ലഭിക്കുക. എന്നാൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് മൈദ ചേർക്കാതെ ചക്കയും ശർക്കരയും തേങ്ങാപ്പാലിനകത്ത് വെന്ത ചക്കയ്ക്കകത്തേക്ക് ശർക്കര ചേർത്ത് അതിനകത്ത് വെള്ളം വറ്റിച്ചെടുത്ത് വരട്ടി എള്ള്, ചുക്ക്, ഏലയ്ക്ക, കശുവണ്ടിയൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവും ആയ ഒരു നല്ലൊരു സ്നാക്കായിട്ടാണ്, ഒരു ഡെസേർട്ടായിട്ടാണ് അതിനെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. 2023 ഏപ്രിൽ 8-ാം തീയതി ആദ്യമായിട്ട് ചക്കയലുവ ചെയ്തു. മെയ് 15 വന്ന് രഞ്ജിത്ത് ഏട്ടൻ വൈബ്സ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ഒരു വ്ളോഗ് ചെയ്യുന്നു. ജൂൺ 7 ഇത് എയറിലാകുന്നു. ഏകദേശമല്ല 6.4 മില്യൺ വ്യൂസാണ് ആ ഒരു വീഡിയോയുടെ ഫേസ്ബുക്ക് വ്യൂസ്. അപ്പോൾ 4.1 മില്യൺ യൂട്യൂബിലും വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണത്. അപ്പോഴത്തേന് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സകല കൺട്രോളും പോയി. ഞങ്ങളെ വിളിക്കുന്നവരുടെ കോള് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കിതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഓർഡറുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ടു. എന്നാൽ അതിനെയൊക്കെ ആൾക്കാർ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞ് ഇവിടുന്ന് ചക്കയലുവ വാങ്ങിച്ചുകൊണ്ട് പോയവരുണ്ട്. സിനി ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കുക. എനിക്ക് കഴിയുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. അതിൻ്റെ ഒത്തിരി പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ ഒരു ബിസിനസ്സിനെ കൈമോശം വരാതെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന്, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം പത്തനംതിട്ട ജില്ല, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചതായ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു വ്യവസായത്തിനുള്ള എൻകറേജ്മെൻ്റ് ആയിരുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ ആരംഭിച്ച ഈ സംസ്കരണ യൂണിറ്റ് ഇപ്പോൾ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കേരൾ ആഗ്രോ ബ്രാൻഡിങ്ങും നേടി ഓൺലൈൻ വിപണിയിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നു. കൃഷി വകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ സബ്സിഡി ഉപയോഗിച്ചുകൊണ്ട് SHMൻ്റെ യൂണിറ്റുകൾ, മൂല്യവർദ്ധിത യൂണിറ്റുകളായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ഇതിലൂടെയാണ് എല്ലാ വരുമാനങ്ങളും അവർക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 12 ആൾക്കാർക്ക് തൊഴിലും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചക്ക ഹൽവയിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് റേച്ചൽസ് കിച്ചണിൽ തയ്യാറാകാത്ത വിഭവങ്ങൾ വിരളമാണ്. 4 മണി പലഹാരങ്ങൾക്കൊപ്പം പലവിധ അച്ചാറുകൾ, സ്രാവിടിച്ചത് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ചക്ക ഹൽവ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിലായിരുന്നു ആരംഭം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ വരിക്കച്ചക്കപ്പഴം തേങ്ങാപ്പാലിൽ വെന്തെടുത്ത് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്ത് ശർക്കര ചേർത്ത് അതിലേക്ക് വേണ്ടുന്നതായ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് നട്ട്സും എള്ളും വെളുത്ത എള്ളും ഒക്കെ ചേർത്ത് എടുക്കുന്ന രുചികരമായ ഒരു ഡെസേർട്ടാണിത്. അതിനുശേഷമാണ് ഓരോ ഐറ്റം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പിന്നീട് ചക്ക വരട്ടിയായി,
അതുപോലെ തന്നെ ചക്ക വരട്ടിക്കകത്ത് ഇതിന് തമ്മിൽ ഉള്ള വില വ്യത്യാസം എല്ലാവർക്കും ഇതിനെ അഫോർഡബിളായിട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങളോട് ചിപ്സ് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് നമ്മുടെ ചക്കയുപ്പേരിയാണ്. നമുക്ക് ഏറ്റവും ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഐറ്റമാണ് നമ്മുടെ ഈ ചക്കയുപ്പേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റമായിരുന്നു ഈ സ്രാവിൻ്റെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ വിദേശത്തുള്ള US-ലുള്ള ഒരു പോളേട്ടനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, സിനി എനിക്ക് ഇച്ചിരി ഉണക്ക സ്രാവ് വേണം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ആൻറ്റിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് പഠിച്ച് അതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞ് പിന്നെ നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസും കൂടെ ഒക്കെ ചേർത്ത് വളരെ രുചികരമായ ഒരു പ്രോഡക്റ്റാണ്. അതായത് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വിദേശത്തേക്ക് ഇത് കൊണ്ടുപോയി അവിടെ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള തടസ്സം മാറ്റി ചോറും തൈരും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ സ്രാവ് പൊടിയും കൂടി ഇട്ട് രുചികരമായി കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സ്രാവ് ഇടിച്ചത്. പിന്നീട് ഓരോ ഐറ്റംസ് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് ഓരോ പ്രോഡക്റ്റുകൾ ചെയ്തു വന്നു. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആൾക്കാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്ന വേറൊരു ഐറ്റമാണ്. നല്ല ഗുണനിലവാരമുള്ള ഉണക്ക ചെമ്മീൻ വാങ്ങി നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസ് അതിനും കൊടുത്ത് അങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബീഫിൻ്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത്. നമ്മൾ പോത്തിറച്ചി തന്നെ പോയി വാങ്ങിക്കും. എന്ന് വെച്ചാൽ പലയിടത്തും പോത്തിറച്ചി എന്ന് പറയുന്നത് കൊടുക്കുന്നതൊക്കെ പശുവിറച്ചിയായിരിക്കും. അപ്പം ചിലർക്കൊക്കെ പശുവിറച്ചി അലർജി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോത്തിറച്ചി തന്നെ വെട്ടുന്നിടത്ത് പോയി വാങ്ങിച്ച് അതിനെ നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കും. ആ ഉണക്കിയെടുക്കുന്നതിനെ നമ്മൾ ഇടിച്ച് അതിനെ മയപ്പെടുത്തി കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള എന്നാൽ ഇറച്ചിയുടെ നല്ല രുചിയുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചിയാണ് ഇത്. ചോറിൻ്റെ കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം ഈ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ. കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഒരിക്കലും ചെയ്യാറില്ല. ഇത് തന്നെ ഇപ്പോൾ 2-ാം തീയതി ചെയ്തതാണ്. ഇനി ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ തീരും. അപ്പം അത്രയും സമയത്തിനുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളതായിരിക്കും ഈ ചേമ്പുപ്പേരി എന്ന് പറയുന്നത്. ചേമ്പുപ്പേരി ഉണ്ടാക്കുന്നതിന് വളരെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വഴുവഴുപ്പാണ്. അതുകൊണ്ട് ഇതിനെ 5 കിലോ ചേമ്പിൽ നിന്ന് നമുക്ക് 1.25 കിലോ വരെ ചേമ്പുപ്പേരിയായിട്ടേ വരത്തുള്ളൂ. 5 കിലോ പച്ച ചേമ്പ് വാങ്ങിച്ചാൽ 1.25 കിലോ ചേമ്പുപ്പേരിയായിട്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത് വാലാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറിക്കഴിഞ്ഞിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളെയും ഏത് രീതിയിലാണോ ഭക്ഷ്യയോഗ്യമാക്കാമെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ട്രയൽ ചെയ്ത് പിന്നീട് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് പ്രോഡക്റ്റുകൾ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പഴുത്ത ഏത്തക്കായുടെ ഉപ്പേരി. ഇതിനകത്ത് ഒരിക്കലും നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യുന്നതല്ല. ഇതിനൊരു ചെറിയൊരു ബ്ലാക്ക് കളർ വരുന്നത് കാരമലൈസേഷൻ കൊണ്ടാണ്. അതായത് പഴുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഫ്രക്ടോസിൻ്റെ അളവ് കൊണ്ട് ഉണ്ടാവുന്ന നിറവ്യത്യാസമാണ് ഈ കാണുന്നത്. നമ്മൾ ചെറിയൊരു പഴുപ്പാകുന്ന ഏത്തയ്ക്ക വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതും കൊണ്ട് സ്കൂളിൽ പോവും. അവരൊരു പാക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ പറയും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണല്ലോ എന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ച് ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഒരിക്കൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ വില മാർക്കറ്റിൽ ലഭിക്കുന്ന സാധാരണ ഉപ്പേരികളിൽ നിന്നും വളരെയധികം മുമ്പിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ചമ്മന്തിപ്പൊടി. ഏറ്റവും ആൾക്കാരുടെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഉൽപ്പന്നമാണ് ഈ ചമ്മന്തിപ്പൊടി ഒരു തേങ്ങാപ്പാൽ ഒരു അല്പം പോലും പിഴിഞ്ഞെടുക്കാതെ നല്ല രുചികരമായി
വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റോടുകൂടെ ചെയ്യുന്ന വിഭവം. അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അല്പം ചോറെടുത്ത് ഈ ചമ്മന്തിയും കൂട്ടി കഴിച്ചേച്ച് നല്ല രുചികരമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ നാടൻ ഇവിടെ അടുത്തുള്ള കൃഷിക്കാരിൽ നിന്നും വാങ്ങിക്കുന്ന ഏത്തക്കയുടെ ഉപ്പേരിയ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. പിന്നുള്ളത് അച്ചാർ ഐറ്റംസ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്കറിയാം. പാവയ്ക്ക, ഇഞ്ചി, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ മോതമീൻ്റെ അച്ചാർ, അതുപോലെ കൊഞ്ചച്ചാർ, നെത്തോലി അച്ചാർ, കേരമീൻ്റെ അച്ചാർ ഒക്കെയുണ്ട്. ഈ അച്ചാറുകളൊക്കെ ഗ്രേവി എന്നതിനുപരിയായിട്ട് നല്ല പീസുകൾ, ഇറച്ചി അച്ചാറായാലും മീനച്ചാറായാലും മറ്റേത് അച്ചാറുകളായാലും ഗ്രേവി ഒത്തിരി ചേർക്കുക എന്നുള്ളതല്ല. നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ രുചികരമായി അതിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നു. അതും നമ്മൾ ഇതേ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരിക്കൽ പോലും അതിനെ ഒത്തിരി ഗ്രേവിയാക്കി അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതല്ല. നല്ല രുചികരവും ആരോഗ്യകരവുമായ അച്ചാറുകൾ അധികം പുളിയില്ലാതെ, അതായത് വിനഗരി ഉപയോഗിക്കാതെ ഉപ്പിൻ്റേതും അല്പം വിനഗരിയുടെയും അതുപോലെ തന്നെ ഇതേ നല്ലെണ്ണയുടെയും പ്രിസർവേഷനിലൂടെ മാത്രം ഇരിക്കുന്നതായ അച്ചാറുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ അടുത്ത കർഷകരിൽ നിന്നും വാങ്ങിക്കുന്ന മഞ്ഞൾ ഞങ്ങളിവിടെ 40 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. ആ കുക്കറിനകത്ത് ഒന്ന് ആവി കയറ്റി വേവിച്ച് ഡ്രയറിൽ ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ്. ഇത് പൊട്ടിച്ചാലത്തെ സ്മെല്ല് കേട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത്, അത് പൊട്ടിക്കുമ്പോഴുള്ള മണം കേൾക്കുമ്പോഴറിയാം സിനി ഇത് നല്ല ഒറിജിനൽ മഞ്ഞൾ പൊടിയാണെന്ന്, അതുതന്നെയാണെങ്കിലേ ഞങ്ങൾക്ക് തരാവൂ എന്ന്. അപ്പോൾ അതിനൊന്നും ഒരു വ്യത്യാസവുമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് നല്ല ഡിമാൻഡുള്ള വേറൊരു ഐറ്റമാണ് ഈ മഞ്ഞൾ പൊടിയും. അതുപോലെ ഒട്ടും ഈ കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞ് ഇപ്പോൾ കിട്ടുന്ന മുളക് പൊടിക്കെല്ലാം നല്ല എരിവുള്ളതായതുകൊണ്ട് ഈ കാശ്മീരി മുളക് മാത്രം ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഡബ്ബി എന്ന് പറയുന്ന, അല്ലെ ഡബ്ബാന്നോ ഒക്കെയാണ് ഇതിന് പലയിടത്തും പല പേര് പറയുന്നത്. ഞങ്ങളുടെ ബില്ലിനകത്ത് അവർ തരുന്നത് ഡബ്ബി എന്നാണ്, ഡബ്ബി ചില്ലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീരെ എരിവ് കുറഞ്ഞ മുളകാണ്. തീരെ എരിവെന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പും ഒട്ടും എരിവുമില്ലാത്തതായ മുളക് പൊടിയാണിത്. ഇത് കഴുകി ഡ്രയറിൽ ഉണക്കി നമ്മൾ പൊടിച്ച് എടുക്കുന്നതാണ്. ഇതിനും നല്ല ഡിമാൻഡുള്ളതാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല. മല്ലിപ്പൊടി സാധാരണ പോലെ തന്നെ നല്ല മല്ലി വാങ്ങിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗരം മസാലയിലെ എല്ലാ കൂട്ടുകളും, ഏലക്കയും സ്റ്റാർ അനീസും അതുപോലെ തന്നെ ജാതിപത്രി, പെരുംജീരകം, സിനമൻ, ഏലക്ക, ഗ്രാമ്പൂ, ഇതെല്ലാം വേണ്ട അനുപാതത്തിൽ തന്നെ, കുരുമുളക്, ഇവയൊക്കെ വേണ്ട അനുപാതത്തിൽ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ കറികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഗരം മസാലയാണ് ഇത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി ജാക്ക് ഫ്രൂട്ട് പ്രിസർവേഷൻ യൂണിറ്റിനുള്ള സബ്സിഡിയും ലഭിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫീൽഡ് അസിസ്റ്റൻ്റ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഫീൽഡ് അസിസ്റ്റൻറ്റും അതുപോലെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ശ്രീമതി സിനിയെ പരിചയപ്പെടുകയും ഒരു നല്ല പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും അതനുസരിച്ച് പ്രധാനമായിട്ടും ചക്ക, അതുപോലെ മറ്റ് പല വാല്യൂ അഡീഷൻ ചെയ്യുന്നതിനുള്ള പദ്ധതിയായിട്ട് അത് ഹോർട്ടിക്കൾച്ചർ മിഷന് കൊടുക്കുകയും അതിന് അംഗീകാരം നേടുകയും ചെയ്തു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന് പുറത്തേക്കും അതുപോലെ വിദേശങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നല്ല സംരംഭമായിട്ട് വളർന്നിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള യുവതികൾ, യുവാക്കൾ, ഗ്രൂപ്പുകൾ എങ്ങനെയായാലും നമ്മുടെ അതാത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഡിസ്ട്രിക്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി പ്രകാരം അവർക്ക് പ്രിസർവേഷൻ യൂണിറ്റിൽ 1 ലക്ഷം രൂപയും
വെർമി കമ്പോസ്റ്റ് യൂണിറ്റിൽ 50,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് സ്കീമിലും അവർക്ക് പ്രൊജക്ട് ബേസ്ഡ് ഇതിനകത്ത് ഒരു 1 ലക്ഷം രൂപയും കൂടെ അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 24-25 ഫിനാൻഷ്യൽ ഇയറിലാണ് അവർക്ക് ഈ തുകയെല്ലാം അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാ സമയത്തും ചക്ക ലഭ്യമല്ലാത്തതിനാൽ ചക്ക വിളവെടുപ്പ് കാലത്ത് പഴുത്ത ചക്കയും പച്ചച്ചക്കയും പരമാവധി കർഷകരിൽ നിന്ന് ശേഖരിച്ച് വൃത്തിയാക്കി കവറുകളിലാക്കി ഫ്രീസറുകളിൽ സൂക്ഷിക്കുന്നു. ഇവ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഇതുപോലെയുള്ള 3 ഫ്രീസറുകളാണ് നമുക്കുള്ളത്. അത് -18 ഈ ചക്കപ്പഴം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം ചക്ക ഒരു 6 മാസം വരെ ആയിരിക്കും ചക്കയുടെ കാലം എന്ന് പറയുന്നത്. ഡിസംബർ ടു ജൂൺ ജൂലൈ വരെയൊക്കെ വളരെ ജൂലൈ ചിലപ്പോൾ ഒരു ഓഗസ്റ്റിലേക്കും കൂടെ കാണും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് കിട്ടുന്ന മഴയില്ലാത്ത സമയത്തെ ചക്ക നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് അടത്തിപ്പറക്കി ചുളയും കുരുവും ചകിണിയും എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെയുള്ള പാക്കറ്റുകളായി, ഇതിന് പില്ലോ പൗച്ചസ് എന്നാണ് പറയുന്നത്, ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് തണുത്ത് ഫ്രീസായിരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് സ്ഥലവും കിട്ടും. അപ്പം 800 ലിറ്ററിൻ്റെ വീതം 3 ഫ്രീസറുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏകദേശം 2100 കിലോ വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അറ്റ് എ ടൈം. ഫ്രീസർ കൂടാതെ ഇവിടെ ചക്ക, മഞ്ഞൾ, ഇഞ്ചി പോലെയുള്ളവ ഉണക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രയറുകളുമുണ്ട്. നമ്മൾ ഡ്രയറിലാണ് ഈ ചക്ക ഉണക്കി വെക്കുന്നത്, അതുപോലെ പിന്നെ തേങ്ങ ഉണക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മീൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനകത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത്, ഇറച്ചി ഉണക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഡീഹ്യൂമിഡിഫയറാണ്. നമ്മുടെ ജലാംശം അതിനകത്തുനിന്ന് വലിച്ചു പുറത്ത് കളയുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഐറ്റം ഉണക്കിയാലും അതിൻ്റെ കളർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇല ഐറ്റം മുരിങ്ങയിലയും പേരയിലയും ഒക്കെ നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട്, അതുപോലെ കാന്താരി ഉണക്കാറുണ്ട്. ഇതിൻ്റെ ഒന്നും സ്വാഭാവികമായ നിറം നഷ്ടപ്പെടാതെ തന്നെ ഈ ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചക്കയൊക്കെ ഉണക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുതരം ജീവി അതിനകത്ത് വന്നു ചേരുന്നതായിട്ട് കാണാം. പക്ഷേ ഇങ്ങനെ ഉണക്കുന്നത് കൊണ്ട് വളരെ നല്ല, നമ്മൾ താഴെ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടു കാണുമല്ലോ, നല്ല നിറത്തോട് തന്നെ ചക്ക ഉണങ്ങിയിരിക്കുന്ന കാണാം. ഇത് നമ്മൾ ഇഞ്ചി ഉണക്കിയെടുത്തതാണ്. ഇഞ്ചി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് വേണ്ടിയ ചുക്കിനുള്ള ഇഞ്ചിയെല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ച് ഇവിടെ അടുത്തുള്ള കർഷകരിൽ നിന്നും ഇഞ്ചി, ഇതിപ്പം 14 കിലോ ഇഞ്ചി ഉണക്കിയതാണ്. അതിൻ്റെ ഒരു 4-1 കിട്ടത്തുള്ളൂ ഉണക്ക് വരുമ്പോൾ. സിനി റൈച്ചൽ മാത്യു തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭം ഇന്ന് സമീപത്തെ വനിതകൾക്കും ഒരു വരുമാന മാർഗമാണ്. അതുകൊണ്ട് തന്നെ റൈച്ചൽസ് കിച്ചൺ എന്ന ഈ സംരംഭത്തിൽ ഏറെ സംതൃപ്തിയുണ്ട് സിനിക്ക്. അതിലേറെ അതിൻ്റെ വളർച്ചയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ് ഈ അതുല്യ പ്രതിഭ. ഓർഡറുകൾക്കനുസരിച്ചുള്ള ജോലികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന മുറുക്കും ഉപ്പേരിയുമെല്ലാം സ്വാദിഷ്ടവും കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കൊതിയുണർത്തുന്നവയുമാണ്. ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ അതിനുവേണ്ടി കണ്ടെത്തിയ വിപണന രീതിയും ശക്തമായിരിക്കണം. അതിൽ സിനി കണ്ടെത്തിയ വിപണന മാർഗങ്ങൾ തന്നെ ഉത്തമ ഉദാഹരണം. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഈ പ്രോഡക്റ്റുകളുടെ വിപണനം ആരംഭിച്ചത്. പിന്നീട് നമ്മൾ മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ആൾക്കാർക്ക് പരസ്യങ്ങളായിട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചു. www.rachelskitchen.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആരംഭിച്ച് അതിലൂടെയാണ് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടറിഞ്ഞു വരുന്നവരുണ്ട്. രുചിച്ചു നോക്കി ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് അലൻ മാത്യു എബ്രഹാമും കൂടെയാണ് ഈ ഞങ്ങളുടെ സംരംഭത്തെ നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം MBA ബിരുദധാരിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ
പൂർണ്ണ സമയം ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവർ നന്മ നിവേദ്, അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇരട്ട മക്കളാണ്. ഇളയ മോന് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു, നാഥാൻ എബ്രഹാം അലൻ. കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് ഇതിനെ വളർത്തിക്കൊണ്ട് പതുക്കെ വളർന്നു വരുന്ന ഒരു സംരംഭമാക്കിക്കൊണ്ട് വരുന്നത്. ഒരു സംസ്കരണ യൂണിറ്റിൽ സാധാരണ ഉണ്ടാകാവുന്ന മാലിന്യങ്ങളോ അവശിഷ്ടങ്ങളോ ഇവിടെയില്ല. സംസ്കരണ യൂണിറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പാഴാക്കാതെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്താൽ ലഭിച്ച മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് വഴി കമ്പോസ്റ്റാക്കി വിൽക്കുകയാണ്. ഒരു സംരംഭത്തിന്റെ വിജയം അതിൻ്റെ ഗുണഭോക്താക്കളിലാണ്. റേച്ചൽസ് കിച്ചണിന് നല്ല ഗുണനിലവാരത്തിലൂടെയും മികച്ച സേവനത്തിലൂടെയും ഗുണഭോക്താക്കളുടെ വിശ്വാസത്തിനനുസരിച്ച് ഉയരാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടുമുള്ള വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചും എടുത്തുമൊക്കെ വരുന്നു. അതിന് വളരെ സപ്പോർട്ട് നമുക്ക് പുറത്തുനിന്നും ഞങ്ങളെ കേട്ടും അറിഞ്ഞും കണ്ടും ഞങ്ങളുടെ ഹാർഡ്ഷിപ്പിനെ അംഗീകരിച്ചും കൊണ്ട് ഉള്ള ഒരു കൂട്ടം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കടകളിലൊക്കെ എല്ലാ ഐറ്റംസും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വളരെ യുണീക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വില കൂടുതൽ എന്ന് പറയുന്നതിലും ആൾക്കാർ ഞങ്ങളുടെ നിന്നും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും രുചികരവും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവുമായിട്ട് ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ച് നൽകിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്കിടയിൽ ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കും. എന്നാൽ അത് നമ്മൾ കൃത്യമായിട്ടും വിശ്വസ്തമായിട്ടും ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിസന്ധികളെ നമ്മൾ വിട്ടു കളയാതെ വേണ്ടായിരുന്നു എന്ന് വെച്ച്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ വേണ്ട ഇനി വയ്യ എന്ന് മടുത്തു പോകാതെ നിന്നാൽ മാത്രമേ തുടർന്നും നമുക്കിത് മുൻപോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പുതിയതായിട്ടൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വരുന്ന ദുർഘടങ്ങളെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്കിനി വയ്യ എന്ന് വിട്ടുപേക്ഷിച്ചു പോകാതെ അതിനകത്തൊരു പെർസിസ്റ്റൻസ് ഉണ്ടായി അല്ലെങ്കിൽ നല്ല റെസിലിയൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാനും നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം ലഭിക്കത്തക്ക പോലെയും അനേകർക്ക് തൊഴിൽ നൽകത്തക്ക പോലെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയിൽ പങ്കാളികളാകാനും നമുക്കും സാധിക്കും എന്നതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഒരു റേച്ചൽസ് കിച്ചൺ എന്ന് പറയുന്ന സംരംഭം. നന്ദി.